എല്ലാവർക്കും ഡ്രീം ഹൗസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അടിപൊളി 4 മണി പലഹാരം കേട്ടോ. അപ്പം 4 മണിക്ക് ചായൻ്റെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ അടിപൊളി കബാബും കൂടിയാണ് ഇട്ടത്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് 6 സ്ലൈസ് ബ്രെഡാണ്. ഈ ബ്രെഡ് നമുക്ക് ചെറുതായിട്ട് മുറിച്ച് ഈ പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പോൾ എന്നെ ഫുള്ളായിട്ട് ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്തങ്ങനെ. ഇനി നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പൊതിർത്തിടണം. അപ്പോൾ തോനെ വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ആ ഭാഗത്തോടത്തേക്ക് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ തന്നെ അമർത്തി കൊടുത്തതിന് ശേഷം എല്ലായിടത്തേക്കും ഒന്ന് വെള്ളമാക്കി കൊടുക്കുക. ഇനി കുറച്ച് നേരത്തൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഇറച്ചി ഇവിടെ എടുത്തിക്കണം. ഒരു 1/4 കിലോന് ചിക്കൻ്റെ ഇറച്ചിയാണ് എടുത്തിക്കുന്നത്. എല്ലില്ലാത്ത ഇറച്ചിയാണ്. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വേവിക്കാതെയാണ് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറികൾ ഇത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് സവോളയാണ് ഒരു 1.5 സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിൻ്റെ മല്ലിച്ചപ്പാണ്. അത് ഞാൻ അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് നരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മസാലകൾ വേണം. അതിന് വേണ്ടി നമ്മുടെ 3/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും 2 ടീസ്പൂണ് മുളകും പൊടി, പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല, 3/4 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ പുതിർത്തി വെച്ച ബ്രെഡ് കൈ കൊണ്ട് ഇതേപോലെ നല്ലൊന്ന് അമർത്തിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. ഇനി അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കാപ്പി കളറൊന്നും കളയേണ്ട ബ്രെഡിൻ്റെ അച്ചൽക്കനെയാണ് നമ്മൾ പുതിർത്തിക്കുന്നത്. ഇനി ഫുള്ളായിട്ട് നമ്മൾ ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് ആ ബ്രെഡും ഇറച്ചി ആ മസാലയൊക്കെ നല്ലോണം ഒന്ന് കുഴച്ച് ഒന്നാക്കിയെടുക്കണം. ഇതുപോലെ ഒന്നാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ അതിന് കുറച്ച് എടുത്ത് ഉരുളകളാക്കിയിട്ട് നിന്ന് പൊരിച്ച് കോരിയെടുക്കാം. അപ്പോൾ ഞാൻ എണ്ണ ഇവിടെ നല്ലോണം ചൂടാവാണ്ട് വെച്ചിരിക്കണേ. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് ഓരോരോ ഉരുളകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റോവിലാക്കിയിട്ട് തീ വറ്റ കുറച്ചതിന് ശേഷം അത് തിരിച്ചു മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ നിറം നമ്മൾ പൊരിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം തീയിൽ പൊരിച്ചെടുത്താൽ ഉള്ളു വേവൂല. നമ്മൾ പച്ച ഇറച്ചിയാണിത് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ചെറിയ തീയിൽ തന്നെ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് നല്ലൊരു കളറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലൊരു കളറാകുമ്പോൾ നമുക്കിത് വാങ്ങിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു സ്നാക്സാണ്. അതുപോലെ തന്നെ നല്ലൊരു കബാബും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.